എന്താ ഇത് കഥ? സോഷ്യൽ മീഡിയ അങ്ങോട്ട് തുറക്കാൻ വയ്യ. ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും എവിടെ നോക്കിയാലും ഈ മുത്തുമണിന്റെ ഈ ചിരി ഉണ്ടല്ലോ, ട്രെൻഡിനൊപ്പം അല്ലേ യുവാക്കളൊക്കെ അങ്ങോട്ട് ഏറ്റെടുത്തു. 10 വർഷമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു ചിരിക്കുന്ന ഒരു മുത്തുമണിനെ, നല്ലൊരു മുഖ്യമന്ത്രിനെ അല്ലെ. എല്ലാവരും ഇലക്ഷന്റെ മുന്നേ ഷാഫി പറമ്പിന്റെ തരംഗമായിരുന്നെങ്കിൽ ഇലക്ഷൻ ഇങ്ങോട്ട് കഴിഞ്ഞ് റിസൾട്ട് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ സമ്മതിച്ചു പോയി. കാര്യം എന്താ പറയുക, ഇത്രയും കാലം കേരള ചരിത്രത്തിൽ എന്താ പറയാ, ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളല്ല പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി കസേരയുടെ അതേ സ്ഥാനത്തുള്ള പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചിട്ട് വനവാസത്തിന് പോകുന്ന അത്രയും ധൈര്യത്തില് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ വിജയം തന്നെ. അതിന്റെ കൂടെ ഈ ചിരി ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ചിരിയായി പോയിട്ടാ. എങ്ങനെ പെരുമാറണം എന്നുള്ള ഓരോ യുവാക്കളോട് എങ്ങനെയാണ്, അതെല്ലാം മറ്റുള്ളവരോട് എങ്ങനെയാണ്, ശത്രുക്കളോട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ കാണിച്ചു തരാണ്. സ്പോർട്സിനൊക്കെ പങ്കെടുത്തിട്ട് ജയിച്ച കുട്ടികളൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ഗെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ കുട്ടികളൊന്നും ഇങ്ങനെ ജയിച്ചില്ലേ, ഓടിയിട്ട് ഫസ്റ്റ് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടിന്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മനോഭാവത്തിൽ ഇങ്ങനെ പോളിക്കൂടെ നമ്മൾ നിൽക്കുള്ള ആ രീതിയിലൊക്കെ ഉണ്ടല്ലോ. സംഭവം പൊളിച്ച് ഇനിയിപ്പോ ഭരണം ഒന്ന് ഉഷാറായാൽ മതിയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ വർഗീയതക്കെതിരെയുള്ള ഒരു വിജയം കൂടിയാണ് നിങ്ങളുടെ ഈ തിളക്കമാർന്ന 102 സീറ്റ് വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരൊക്കെ വർഗീയപരമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അവരൊക്കെ തോറ്റ് തുന്നം പാടിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയണ്ട. ഏത് സമുദായ നേതാക്കന്മാരായാലും ശരി, അവർക്കെതിരെ കേസെടുക്കാൻ മാത്രമല്ല പൂടിച്ച് ഉള്ളിലിടും കൂടി വേണം. അതിന് എല്ലാ സാധാരണക്കാരുടെയും സപ്പോർട്ട് കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഇവിടെ നിന്ന് ഉണർത്താൻ. അതിനുള്ള ധൈര്യം കൂടി നിങ്ങൾ കാണിക്കണം. പിന്നെ ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിനിട്ടല്ല ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ നടക്കുന്നത് എല്ലാ മാസം വീടുകളിൽ വന്നിട്ട് അതൊരു 50 രൂപ വെച്ചിട്ടൊക്കെ പിരിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി കൊടുക്കണം. ആ 50 രൂപ ഒക്കെ ഒഴിവാക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നിങ്ങൾ ഈ ചെലവ് ചുരുക്കൽ, ആർഭാട ചുരുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഈ MLA-മാരുടെ അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ ശമ്പളത്തിന് പുറമെ ഒരുപാട് അലവൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാണ്. അതിൽ അവർക്ക് ടെലിഫോണിന്റെ ഇതിൽ വരുന്ന 11,000 രൂപ അലവൻസ് ആയിട്ട് കാണുന്നുണ്ട്. 11,000 രൂപന്റെ ആവശ്യമൊന്നുമില്ല നാട്ടിൽ. ടെലിഫോൺ ഫുള്ള് ഡാറ്റയും കോളും ഒക്കെ ഫ്രീ എത്ര നാട്ടിൽ വരുന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പിന്നെ ഇന്റർനാഷണൽ കോളുകളൊക്കെ ചെയ്യണം. ഇപ്പോൾ ഒക്കെ പഴയ പോലെ ഇന്റർനാഷണൽ കോളുകൾ ഡയറക്റ്റും വാട്സപ്പും മറ്റുള്ള കോളുകളൊക്കെ ആയിട്ടേ പോകുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ചെറിയ തോതിൽ ഒരു 1000 റുപ്യൊക്കെ ആക്കി കൊടുക്കുക. 1000 റുപ്യ മതി, അതിനുള്ള ഉണ്ടാവുള്ളൂ. 1000 തന്നെ ഓവറാണ് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 140 MLA-മാർക്ക് ഏകദേശം ഒരു 10,000 റുപ്യ വെച്ചിട്ട് കുറയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ അങ്ങനെ പോരൂലേ. അങ്ങനെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് പറയട്ടാ, പറ്റുന്ന പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റുള്ള സാധാരണ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള 50 രൂപ. സാധാരണക്കാരായ പല ചെറിയ വീടുകളൊക്കെ ഉണ്ട്, ഒന്നും ഉണ്ടാവില്ല ചിലപ്പം. അവിടെ വന്നാലും അവർക്ക് 50 രൂപ കൊടുക്കണം ആ ബുക്കിൽ. അതില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പോളിക്കൂടാ സതീഷ, പോളിക്കുകൾ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബൈ.